ഹലോ, ഇന്ന് നമ്മൾ മത്തി കൊണ്ട് ചെയ്യാവുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് സൈഡായിട്ട് വേണ്ടി വരില്ല. തികച്ചും ഹെൽത്തി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 250 ഗ്രാം മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കിയതിന് ശേഷമാണ് 250 ഗ്രാം. ഇത് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറിയൊരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് 2 തണ്ട് കറിവേപ്പില മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അരക്കപ്പ് ചുവന്നുള്ളിയും മീഡിയം സൈസിലുള്ളൊരു 6 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതും വലുതൊക്കെ ആയതുകൊണ്ടാണ് വ്യത്യാസം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് പുളിവെള്ളമാണ് ചേർക്കുന്നത്. ഞാനിവിടെ അത്യാവശ്യം പുളിയുള്ള ഒരു പുളിയോട് കൂടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അരക്കപ്പ് നല്ല കട്ടിയുള്ള പുളിവെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഫിഷ് മസാല. ഫിഷ് മസാല നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ, ക്രഷ്ഡ് ചില്ലി. അപ്പോൾ ഇതിപ്പോൾ പൊടിച്ചതുള്ളതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചുവന്നുള്ളി അരച്ചപ്പോൾ ചുവന്ന മുളക്, അതായത് വറ്റൽമുളക് ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ, മസാല പുരട്ടി വെക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാം കേട്ടോ. മസാലപ്പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ ഇതാ മുറിച്ചെടുത്ത മീൻ ഒന്നുകൂടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്കിവിടെ ഈ അരച്ചെടുത്ത കൂട്ട് ചേർത്തിട്ട് ഇത് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ, മീനിലെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസാല ഇതൊന്ന് പിടിച്ച് കിട്ടും. പുറത്താണെങ്കിൽ ഒരു 1 മണിക്കൂറൊക്കെ വെക്കുക കേട്ടോ. കാരണം നമ്മളിത് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടിയാലേ ഇത് വെന്ത് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു ചോറ്റുപാത്രമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വാഴയില കുറേ കിട്ടിയപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇത് ആ വാഴയില വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനിയിപ്പോൾ വാഴയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് ഈ മീൻ ചേർത്ത് കൊടുക്കാം. ഈ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പ് നമുക്ക് അടച്ചു വെക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നല്ല ടൈറ്റുള്ള അടപ്പെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് തുറന്ന് ആകെ നാശമായി പോകും കേട്ടോ. ഇതാ ഞാനിവിടെ ഇത് നല്ലപോലെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് മൺപാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം തിളപ്പിച്ചെടുക്കുക കേട്ടോ. മൺപാത്രം ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടെ നല്ലതാണ്. ഇനിയിപ്പോൾ ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക കേട്ടോ, ഇതിൻ്റെ മൂടി തുറന്ന് വരുന്നുണ്ടോ എന്നുള്ളത്. നല്ല ടൈറ്റുള്ള മൂടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് ആകെ നാശമായി പോവും. അപ്പോൾ ഇതാദ്യം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മൺപാത്രം ആയതുകൊണ്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം നല്ല ചൂടുണ്ടാവില്ല. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൂടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കുക. അപ്പോഴേക്കും ഈ മീൻ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വന്നപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ. നമ്മൾ മലയാളികൾക്ക് ചമ്മന്തിയൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ ഒരു ചമ്മന്തിയുടെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തികച്ചും ഹെൽത്തി ആണല്ലോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിനെ വേണമെങ്കിൽ നമുക്ക് മത്തിച്ചമ്മന്തി എന്ന് വിളിക്കാം കേട്ടോ. അപ്പം വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് ഐഡിയ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.